അപ്പോൾ ഇത് ബജാജിൻ്റെ PMH25DLX എന്ന് പറയുന്ന 24 ലിറ്ററിൻ്റെ എയർ കൂളറാണ്. അപ്പോൾ കമ്പനി ഇന്ന് നൽകിയിരിക്കുന്ന 100 വാട്ട്സ് ആണ്. അതായത് വളരെ യൂസേജ് കുറവാണ്. ബാക്കിയുള്ള കൂളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ ഇത് ഇൻവേർട്ടറിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 2 ഇയർ ആണ് കമ്പനി ഇതിന് വാറണ്ടി നൽകിയിരിക്കുന്നത്. 2 ഇയർ പമ്പിനും 1 ഇയർ പ്രൊഡക്റ്റിനുമാണ് കമ്പനി ഇന്ന് നൽകിയിരിക്കുന്നത്. 5 മീറ്ററാണ് ഇതിൻ്റെ എയർ ത്രോ കമ്പനി അവകാശപ്പെടുന്നത്. അതായത് എറൗണ്ട് ഒരു 18 അടി നമുക്ക് ഇതിൻ്റെ എയർ ത്രോ ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ 3 സൈഡിലും നമുക്ക് ഹണികോം കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഹണികോം ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെർബോഫാൻ ടെക്നോളജിയാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ഫാൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എയറോഡൈനാമിക് ടൈപ്പിലാണ് ഈ ഫാൻ കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 100 വാട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് 6.300 കിലോഗ്രാമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. 6.3 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. 8390 രൂപയാണ് ഇതിൻ്റെ MRP വന്നിരിക്കുന്നത്. ആമസോണിൽ ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 4900 രൂപയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് ആൻറ്റി ബാക്ടീരിയൽ എക്സാകൂൾ ടെക്നോളജിയാണ് ഇതിന് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഇയർ വാറണ്ടി പമ്പിന് നൽകിയിട്ടുണ്ട്. പിന്നെ ടെർബോഫാനാണ് കമ്പനീന് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റ് കൂളറെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ഡിസൈനാണ് കമ്പനീന് നൽകിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു എയർ ത്രോയാണ് വിൻഡോയാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഫങ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള 2 നോബും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 3 സ്പീഡാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിങ്കിങ് പമ്പും ഇതിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് വാട്ടർ ലെവലാണ്, ലോ ഹൈ വാട്ടർ ലെവലാണ്. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഹണികോം ഉണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മന്ത്ലി ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ബെറ്ററാണ്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ 3 സൈഡിലും ഇതിന് ഹണികോം കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂളിംഗ് നമുക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അറൗണ്ട് 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് എല്ലാ ഭാഗത്തെ ഹണികോമും നിങ്ങൾക്ക് ഊരി ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽസും കമ്പനിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിലി ഇത് മൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇതെടുത്ത് പല റൂമിലും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.